ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു another വീഡിയോ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗ് ആവാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വൈകിട്ടാണ്, കാരണം ഇന്നൊരു പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് എന്നാലൊരു വ്ലോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇന്നെന്നല്ല, August 1 to 7 വേൾഡ് ബ്രസ്റ്റ് ഫീഡ് വീക്കാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു സെമിനാർ ഉണ്ടായിരുന്നു. സോ അത് അറ്റൻഡ് ചെയ്യാൻ ഞാനും എൻ്റെ കസിനും പോയി. അത് മെയിൻലി ഫോർ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൻസിനായിരുന്നു. ആൻഡ് ദാരിമ ലവ്സ് അറ്റൻഡിങ് സെമിനാർ. സോ അവളും കൂടി എന്നോടൊപ്പം. ആഫ്റ്റർ ദാറ്റ് ഒരു ചെറിയ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നിന്നില്ല. നൈസായിട്ട് വന്ന സ്കൂളിൽ പോഷാക്കിലും പിന്നെ അതേപോലെ കസിൻസിലൊക്കെ പോയി ചുമ്മാ വായി നോക്കാൻ. പൈസ ഒന്നുമില്ല, എന്നാലും കണ്ടാൽ പറയരുത് പൈസ ഇല്ലെന്ന്. സോ അതിൻ്റെ ഒരു ജാടിയും കാണിക്കാതെ ഞങ്ങൾ അവിടെയൊക്കെ തപ്പിയിട്ട് കുറച്ച് AC ഒക്കെ കൊണ്ടിട്ട് ഓട്ടോയും വിളിച്ച് വീട്ടിലോട്ട് വന്നു. എൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വാട്ട് ഈറ്റ് ഇൻ എ ഡേ എന്നുള്ളത്. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും രണ്ടിലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മെഡിസിൻസിനെ കുറിച്ച്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ തൈറോയ്ഡ് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കുന്നത് രാവിലെ ആയിരുന്നു. എണീറ്റ ഉടനെ വെറും വയറ്റിൽ കഴിക്കുമായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യും, ചായ കുടിക്കും. ഒരു 2 hours ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. സോ ദെൻ ഐ തിങ്ക് അത് ശരിയല്ലെന്ന് മനസ്സിലായി, കാരണം അബ്സോർപ്ഷൻ എന്തായാലും നടക്കത്തില്ല. സോ ഉമ്മ പറഞ്ഞ ഐഡിയ ആയിരുന്നു, എന്തായാലും രാത്രി മൂത്രമൊക്കെ എണീക്കും, ആ ടൈമിൽ തൈറോയ്ഡ് മെഡിസിൻ എടുക്കാം. കാരണം പിന്നെ കുറേ നേരത്തെ കുറവല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാനിപ്പോൾ നൈറ്റിലാണ് കഴിക്കണേ, മിഡ് നൈറ്റിൽ. എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ കഴിക്കും. അപ്പോൾ ബെനിഫിറ്റ്സ് കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ കമൻറ്റിൽ പറഞ്ഞിരുന്നോ, അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ലല്ലോ, കാരണം കഴിച്ചോടനെ എന്തായാലും ചായ കുടിക്കും, പിന്നെ അത് വെറുതെ കഴിക്കണ പോലെയല്ലേ ഉള്ളത്. സംഭവം ശരിയാ. നോ, എന്തായാലും അത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് കാൽഷ്യം ആൻഡ് അയൺ. അതും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ മിനിമം എങ്കിലും 2 hours ഗ്യാപ്പ് വേണമല്ലോ. ആ വീഡിയോയിൽ കൊടുത്ത പ്രകാരം ആ ടൈമിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടായി ഇട്ടിരിക്കുന്നത്. ആൻഡ് 2 hours ഗ്യാപ്പ് എന്തായാലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്കും അറിയാം ആൻഡ് അബ്സോർപ്ഷൻ നടക്കില്ല എന്ന്. കാൽഷ്യം കഴിച്ച് അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഗ്യാപ്പ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ടൈമിങ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ രാവിലെ ഞാൻ കാൽഷ്യം കഴിച്ചാൽ രാത്രിയാണ് അയൺ കഴിക്കാറുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലാരിഫൈഡ്. അവരുടെ യൂട്യൂബ് വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റയിലായിരുന്നു അവർ കമൻറ്റ് ചെയ്തത്. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വൈകുന്നേരം ഉച്ചക്കൊരു നാപ്പൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ വീട്ടിലോട്ട് വന്നു, തറവാട്ടിലോട്ട്. അവിടെ ഇപ്പോൾ ആരും സ്റ്റേയിങ് അല്ല, കൂട്ടിക്കിടക്കുക. സോ അവിടെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ട് കടത്താൻ, വീട്ടുടമസ്ഥ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സാധനം കടത്താം. അങ്ങനെ വിത്ത് ദാരിമാസ് ഹെൽപ്പ് കുറച്ച് സാധനം കടത്തി. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് ആയപ്പോൾ ഒരു 7:30 or 8 o'clock ആ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്തു. ദോശ, രാവിലെ ദോശയായിരുന്നു, മസാല ദോശയായിരുന്നു. സോ അധികം മസാലയൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, നെഞ്ചിരിച്ചിലാണ്. സോ ഞാൻ അധികം സ്പൈസി കഴിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സംടൈംസ് കഴിക്കാതെ പറ്റുന്നില്ല. സോ ഞാൻ കുറച്ച് മസാലയും വെച്ചും കുറച്ച് ദോശയും കഴിച്ചു. പിന്നെ ഒരു 1 hour ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാലും കുടിച്ചു. അന്ന് ത്രോട്ടൊന്ന് സൂത്താവട്ടെന്ന് വിചാരിച്ചു, കാരണം ത്രോട്ടൊക്കെ പോയിരിക്കുക ഈ ആസിഡ് റിഫ്ലക്സ് കാരണം. എൻ്റെ കുറച്ച് റീസെൻറ്റ് റീൽസിൽ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ചെയ്യും. ഞാൻ എന്ത് റീൽസ് ഇട്ടാലും മോസ്റ്റ്ലി പ്രഗ്നൻറ്റ് റിലേറ്റഡ് റീൽസിൽ ആൾ കമൻറ്റ് ഇടണ്ടെന്നൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, അതവരുടെ ചോയ്സാണ്. ഫസ്റ്റ് ടൈം ഇവരെൻ്റെ റീലിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് ഫീൽ ചെയ്തു, മീൻസ് കുറച്ച് സങ്കടമായി. ദെൻ ഞാനത് ഡിലീറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഉള്ളതിനൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, കാരണം ഇത് പറഞ്ഞു എന്തിനാ അത് ഡിലീറ്റ് ചെയ്യുന്നത്, കിടക്കട്ടെ, അവർക്കതിൽ സന്തോഷം കിട്ടിക്കോട്ടെ. ചിലപ്പോൾ എന്നെ കുറച്ച് കൺസേൺ കാണും, അതുകൊണ്ടായിരിക്കാം. ഞാൻ വായിച്ചതിൻ്റെ പ്രശ്നമാണെന്നറിയില്ല. കൊച്ചനിഫ സാറ് പറയണ പോലെ ഇതിങ്ങനെയല്ല വായിക്കേണ്ട എന്ന പോലെ, അറിയില്ല. ആൻഡ് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു.
പക്ഷെ ലാസ്റ്റ് എൻ്റെ ഉള്ള വീഡിയോയിൽ അവരുടെ കമൻറ്റേ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഞാൻ OTയാ പഠിച്ച പാരാമെഡിക്കൽ, അതും കവർത്തിയില്ല. സോ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് OT അല്ലേ പഠിച്ചേ, അതും കവരത്തിയിൽ. എന്താ കവരത്തി പഠിച്ച പിള്ളേർ മാത്രമാണോ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്, വ്ളോഗ് ചെയ്യുന്നതൊക്കെ? ഇന്നിവിടെ പറയേണ്ട കാര്യമില്ല. എന്നാലും എനിക്കൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുത്തു. ഹൂവർ ഇറ്റ് ഈസ്, ആരാണോ ഈ കമൻ്റ് ഇട്ടത് അവരിത് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അയാൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം, ഒരു രസത്തിന്. എന്തായാലും വീഡിയോയിൽ എൻഡിൽ ഞാൻ അവരെന്തൊക്കെയാണ് കമൻ്റ് ഇട്ടെന്നുള്ളത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് and don't forget to subscribe and share my video. So bye bye.